അപ്പം ഏറ്റവും കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആത്മീയമായ മുന്നൊരുക്കം തൗബ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി നിയ്യത്ത് ശരിയാക്കണം. റമദാൻ വരുന്നുണ്ട്, പൂർണ്ണമായും ഞാനത് അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ള ദൃഢമായൊരു നിയ്യത്ത് എടുക്കുക. അതൊന്നുമല്ല, നേരം വെളുത്ത് ഇപ്പോൾ ആയോ മാസം കണ്ടോ, കണ്ടോലേ, എന്നാ പിന്നെ ഇഞ്ഞ് നോമ്പല്ലേ എന്നും പറയുന്ന ആ വയലിച്ചുണ്ടല്ലോ, അവിടുന്ന് മാറാം. ഇന്നിപ്പോൾ കാണൂലേ, കണ്ടിലേക്ക് ഇപ്പോൾ ഒരു കുറച്ചും കൂടി പണി ചെയ്യാണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടല്ലോ, അതിന്ന് മാറുക. കണ്ടിട്ടില്ലല്ലോ, ഇന്നിപ്പോൾ ഇനി പ്രതീക്ഷ ഒന്നും ഇല്ലല്ലോ എന്നുള്ള സന്തോഷം ഉണ്ടല്ലോ, അതിന്ന് വിടുക. നേരെ മറിച്ച് നോമ്പ് വരുന്നു, ഇപ്രാവശ്യത്തെ നോമ്പിനെ ഞാൻ കൃത്യമായി വിനിയോഗിക്കും എന്നൊരു തീരുമാനം എടുക്കുക. അപ്പോൾ ഖുർആനോത്തിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് ആലോചിക്കേണ്ടി വരും. ഖുർആനോത്തിനെ പറ്റിയൊക്കെ ഒന്ന് നല്ലോണം ആലോചിക്കേണ്ടി വരും. ഡെയിലി ഒരു 3 ജുസ് ഓതുകയാണെങ്കിൽ റമദാൻ കഴിയുമ്പോഴേക്ക് 3 ഖത്തം തീർക്കാൻ നമുക്ക് പറ്റും. ഡെയിലി 2 ഖത്തം തീർത്തിരുന്ന ഇമാം ഷാഫി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ കേട്ടോ, അത് മറക്കരുത്. എല്ലാ ദിവസവും 2 ഖത്തം തീർത്ത് ഇമാം ഷാഫി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ. നോമ്പല്ലാത്ത സമയത്ത് നേരം വെളുക്കുമ്പോഴേക്ക് ഒരു കാമ്മ നിന്നിട്ട് 1 ഖത്തം തീർത്ത വിദേശേക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. സ്വന്തം ഖബർ കുളിപ്പിച്ചിട്ട് അതിലിറങ്ങി നിന്ന് 300 ഖത്തം തീർത്ത മഹദിയാം നഫീസത്തുൽ മിസ്രിയെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. അപ്പോൾ പരിശുദ്ധ റമദാനിൽ ഡെയിലി 3 ജുസ്, ഈ 3 ജുസ് അങ്ങനെ കൃത്യമായി നടത്തിപ്പോയ സംഗതി നടക്കില്ല. ആദ്യഘട്ടങ്ങളിലൊക്കെ 3ഉം 5ഉം 7ഉം ഒക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഓരോ ആദ്യത്തെ ആ ഒരു ഉഷാറൊക്കെ കഴിഞ്ഞ് നമ്മളും നമ്മുടെ ജീവിത പരിപാടികളിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ സമയം കിട്ടാതെ വരും. അപ്പോഴേക്ക് ഈ സംഗതി കുറച്ച് സ്റ്റോക്ക് വേണം.